നിങ്ങൾ ഇനിയും നാളെ നാളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടിപ്പോക്കോ. ലൈഫിൽ തുച്ഛമായ ശമ്പളത്തിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് സെറ്റിൽ ചെയ്താൽ മതി എന്നാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നൊക്കെ മതി. പക്ഷേ നിങ്ങൾക്കൊരു മാസ് ലൈഫ് പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ സോഫയിൽ നിന്ന് ഇറങ്ങി ഫോൺ താഴെ വെച്ച് ഇന്ന് തുടങ്ങിയിട്ടുണ്ടാവണം. ശരിയാണ്, മാർക്ക് മാത്രം നിങ്ങൾ എവിടെ എത്തിക്കാൻ പോകുന്നില്ല. പക്ഷേ അത് നേടിയെടുക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് ഉണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, that gives you the best future, the respect, the money and ultimately the success. അതിനുവേണ്ടി നിങ്ങൾ നാളെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതല്ല, ഇന്ന് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് മാത്രമാണ് മാറ്റർ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ള സമയമാണ്. പഠിക്കാനുള്ള സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. So start today, this moment, this right moment. കാരണം നിങ്ങളുടെ കഥ വെറും മിസ്ഡ് ചാൻസുകളും റിഗ്രറ്റുകളും മാത്രമാക്കാതെ make it about hustle, growth and success. അത്രയും വലിയൊരു സ്വപ്നം ഉണ്ടായിട്ട് ഒരു രാത്രി നിനക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, നീ തോൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എടാ, എല്ലാ ദിവസവും വെറുതെ ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്തിട്ട് ലൈഫിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് എന്റെ ലൈഫിൽ മാത്രം ഒന്നും നടക്കുന്നില്ല, ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നതിന് പകരം പുഷ് യുവർ സെൽഫ് ഹാർഡ്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക. അവിടെ ആ സ്പിരിറ്റ്. പണ്ട് കലാം സാർ പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുമ്പോ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം എന്നാണ്. എടാ, ഒന്നുമില്ലെങ്കിലും നിന്റെ ഫാമിലിയുടെ ഇൻകം നോക്ക്. ലുക്ക് അറ്റ് യുവർ ഫാമിലി ആൻഡ് ഹൗസ് കണ്ടീഷൻസ്. നീയും ആഗ്രഹിക്കുന്നില്ലേ നിന്റെ ഫാമിലിക്ക് ഒരു വെൽ സെറ്റിൽഡ് ലക്ഷറിയസ് ലൈഫ് കൊടുക്കാൻ? സോ അതുകൊണ്ടാ പറയുന്ന, ഒറ്റയ്ക്കൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ട് ബി ദാറ്റ് ബ്ലോഡ് ലൈൻ ബ്രേക്കർ മാൻ. എടാ, നിന്റെ കഥ കേൾക്കാൻ ഒരാളും റെഡി ആവില്ല until you succeed. So always remember, no risk, no story.